exploring travel and food. കോയമ്പത്തൂർ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ചെയിനായിട്ടുള്ള ഹരിഭവനത്തിലാണ് കയറിയത്. അപ്പോൾ ഒരു നോൺ വെജ് മീൽ കഴിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറിയത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കോർണറിലൊരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് പിന്നീട് അബദ്ധമായോ എന്ന് തോന്നി. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മളൊരു നോൺ വെജ് മീൽ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ഇല കൊണ്ടുവന്നിട്ടു. പപ്പടം, ഒരു ചമ്മന്തി, ക്യാരറ്റ് പരിപ്പ് തോരൻ, പിന്നെ ഒരു പാലക്കിൻ്റെ ഒരു കറിയും വെച്ചു. അതുകൂടാതെ 3 ബക്കറ്റുകളിലായിട്ട് മട്ടൻ്റെയും ചിക്കൻ്റെയും ഫിഷിൻ്റെയും ഗ്രേവി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവിടെ വെള്ളം നമുക്ക് എടുത്ത് കഴിക്കാം. പക്ഷേ ചോറ് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും എടുത്തു. കാരണം അവിടുത്തെ തിരക്കുകൊണ്ടാണോ, അത് മിസ്സായതാണോ, അല്ലെങ്കിൽ കോർണർ സീറ്റ് ആയതുകൊണ്ടാണോ, അവിടുത്തെ ലൈറ്റ് കുറവാണോ എന്ന് അറിയില്ല. എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ ഇത് കണ്ട് അയ്യോ സോറി എന്ന് പറഞ്ഞ് നമുക്ക് ചോറ് തന്നത്. ഈ ഗ്രേവി എല്ലാം നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രേവി ആയിരുന്നു. അതിൽ ചില പീസുകൾ നമുക്ക് കിട്ടി. അപ്പോൾ നോൺ വെജ് മീല് വേറെ കറികളൊന്നും കാണാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മളൊരു കേരള ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ് മെനുവിൽ കണ്ട ഒരു ഡിഷും കൂടി ഓർഡർ ചെയ്തിരുന്നു. 290 രൂപയുടെ അടുത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നോൺ വെജ് മീലിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് മിസ്സായിട്ട് ബാക്കി കറികൾ കൊണ്ടുവന്നത്. ഇപ്പോൾ പായസം, ഒരു രക്തപ്പൊരിച്ചൽ എന്ന് പറഞ്ഞൊരു കറി, പിന്നെ ബക്കറ്റുകളിൽ സാമ്പാർ, പിന്നെ ഒരു ചെറിയ ബക്കറ്റിൽ ചിക്കൻ, ഒരു ചെറിയ ബക്കറ്റിൽ ഫിഷ്, ഇത്രയും സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ച് പകുതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. അത് എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു തമിഴ്നാട് ഫ്ലേവറിലാണ് കറികളെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ കേരള ചിക്കൻ ഫ്രൈ കൊണ്ടുവന്ന് വെച്ചു. അത് കേരള ചിക്കൻ ഫ്രൈ ആയിട്ടൊരു സാമ്യമില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോരും തൈരും അവർ ചോദിക്കും, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. മോരൊരു ബക്കറ്റിൽ കിട്ടും, തൈര് ഒരു ചെറിയ പാത്രത്തിൽ. ഇത്ര ഐറ്റംസാണ് നോൺ വെജ് മീലിന് നമുക്ക് കിട്ടുന്നത്. ഭക്ഷണം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് തരുന്നത്. അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞത് സ്യൂട്ടബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മറ്റ് പലതരം ഡിഷസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഈ സർവീസ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.